പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 115 സങ്കീർത്തനം 3 വാക്യം, നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഹല്ലേലൂയ. തനിക്കിഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പോരാട്ടത്തിൽ സങ്കീർത്തനക്കാരനോട് പലരും ചോദിച്ച ചോദ്യം അത്രേ, നിൻ്റെ ദൈവം എവിടെ? ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ ദൈവം എവിടെന്ന് ചോദിച്ച് മനുഷ്യർ നിന്ദിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതാ വേദപുസ്തകം തരുന്ന മറുപടി അത്രേ നാം വായിച്ച വാക്യം. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? ഒന്ന്, വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിടുതലത്രേ, നമ്മുടെ രക്ഷയത്രേ ദൈവത്തിൻ്റെ ഇഷ്ടം. ഗലാത്യ ലേഖനം 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ തമ്പുരാൻ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിടുതൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പാപത്തിൽ നിന്നുള്ള നമ്മുടെ വിടുതൽ, രോഗത്തിൽ നിന്നുള്ള നമ്മുടെ വിടുതൽ, കടഭാരത്തിൽ നിന്നുള്ള നമ്മുടെ വിടുതൽ, നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ ഇഷ്ടമത്രേ. നാം എപ്പോഴും ഹല്ലേലൂയ ചില ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കാൻ, രോഗത്തിൽ അകപ്പെട്ട് കിടക്കാൻ, കണ്ണുനീരിൽ അകപ്പെട്ട് കിടക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ കാൽവരിയിൽ യാഗമാക്കിയത്. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം പുത്രൻ തമ്പുരാൻ ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപത്തിൻ്റെ വിടുതലിനത്രേ. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ ഹല്ലേലൂയ മനുഷ്യർ ഹല്ലേലൂയ ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രതികൂലത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ അവനെ രക്ഷിപ്പാൻ അത്രേ ക്രൂശിൽ യേശു കർത്താവ് യാഗമായി തീർന്നത്. നിങ്ങളുടെ രക്ഷ, നിങ്ങളുടെ വിടുതൽ ദൈവത്തിൻ്റെ പദ്ധതി അത്രേ. ഈ നാളുകളിൽ പലരും ഹല്ലേലൂയ വ്യതകളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ട് അവർ പറയും, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഈ രോഗം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഈ പ്രതിസന്ധി ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് മനുഷ്യർ മല കയറും, മനുഷ്യർ വലിയ പൂജാ കർമ്മങ്ങൾ ചെയ്യും, ഹല്ലേലൂയ തന്നെത്താൻ മുറിവേൽപ്പിക്കും. അവരുടെ വിചാരം ദൈവത്തിന് ഇതൊക്കെയും ഇഷ്ടമാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകത്തിൽ ഗലാത്യർ 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ ക്രൂശിൽ നമുക്ക് വേണ്ടി പുത്രൻ യാഗമായി തീർന്നു. പുത്രൻ യാഗമായി തീർന്നത്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അത്രേ. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ, ഈ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ, രോഗത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ, ശത്രുവിൻ്റെ തന്ത്രത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവത്തിന് ഇഷ്ടമത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞാട്ട്, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ നന്മയത്രേ. ഈ ലോകത്തിലെ ഒരു അപ്പനും അമ്മയും തൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എന്നെ എത്ര അധികം നല്ലത് നൽകി എന്നെ മാനിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ദൈവത്തിന് ഇഷ്ടമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഇഷ്ടമായി നാം ഇന്ന് ചിന്തിക്കുന്നത് അത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിറയ്ക്കുന്നത്, നമ്മിൽ പകരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി, ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റി, ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ ഉപകരണമാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലവും കർത്താവിന് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് പകരുന്നത്. ഒരു യോഗ്യതയുമില്ലാത്ത മൺപാത്രത്തിലേക്ക് ദൈവത്തിൻ്റെ വിലയേറിയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ തരുവാൻ ദൈവത്തിന് ഇഷ്ടമത്രേ. അങ്ങനെയെങ്കിൽ നീ ഒരു സാധാരണ വ്യക്തിയല്ല, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3 വാക്യത്തിലും 1 കൊരിന്ത്യർ 6 19 വാക്യത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്, നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ ദൈവം ആക്കിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മന്ദിരമത്രേ. മൂന്നാമതായി 1 തെസ്സലോനിക്കർ 4 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ശുദ്ധിയുള്ള പാത്രമായി തീരുവാൻ, ശുദ്ധിയുള്ള വ്യക്തിയായി തീരുവാൻ
ചെയ്യുവാൻ, ശുദ്ധീകരണത്തിൽ നടക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ഹല്ലേലൂയ പിശാചിൻ്റെ കളിപ്പാട്ടമായി തീരാനല്ല, നിങ്ങൾ വിശുദ്ധിയുടെ പാത്രമായി തീരുവാൻ ദൈവത്തിന് ഇഷ്ടമത്രേ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മെ കഴുകി. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചു. ആ രക്തം കൊണ്ട് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വർഗത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ ഹല്ലേലൂയ അവൻ തൻ്റെ രക്തം കൊണ്ട് കഴുകി നമ്മെ ശുദ്ധീകരിച്ചു. ഈ പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ ദൈവം തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെ അവൻ്റെ മന്ദിരമാക്കി മാറ്റുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കുന്നത്. ഇതാ 4-മതായി നാം ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗീയ രഹസ്യങ്ങളെ തൻ്റെ മക്കളോട് അറിയിക്കുന്നത് അത്രേ. ഹല്ലേലൂയ. പിതാവേ, ഹല്ലേലൂയ അങ്ങ് ചെയ്യുന്നത് എന്തെന്ന് ഹല്ലേലൂയ ഈ പുത്രന്മാർ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല, ഞങ്ങൾ ദാസന്മാരല്ല, ഞങ്ങൾ പുത്രത്വം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരത്രേ. ഹല്ലേലൂയ. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. പിതാവ് ചെയ്യുന്നത് പുത്രനിലേക്ക് പകർന്ന് പുത്രനെ അറിയിക്കുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടമാണ്. സ്വർഗീയ രഹസ്യങ്ങളെ ഹല്ലേലൂയ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗീയ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ നമ്മളെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. കാരണം നമ്മെ പുത്രന്മാരാക്കി അവൻ വിളിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടെ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 1 തെസ്സലോനിക്കർ ഹല്ലേലൂയ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ നന്മയെത്രേ, നിങ്ങളുടെ ഉയർച്ചയെത്രേ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ. ആമീൻ.